രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആധ്യാത്മികമായി നല്ല അടിത്തറയുള്ള ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് 2 പെൺമക്കളായിരുന്നു. അതിൽ മൂത്ത മകള് അതീവ സുന്ദരിയായിരുന്നു. രണ്ടാമത്തെ മകളാകട്ടെ കുറെ നിറം മങ്ങിയവളായിരുന്നു. അപ്പം മൂത്ത മകൾക്ക് അവൾ സുന്ദരിയാണെന്നതിൻ്റെ പേരിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്ന് മാത്രവുമല്ല, അവൾ ഈ അനുജത്തിയെ ഇടയ്ക്കിടയ്ക്ക് നിറം മങ്ങിയതിൻ്റെ പേരിൽ അല്പം അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഈ അനിയത്തിയോടൊപ്പം അവൾ എവിടെയും അങ്ങനെ പോകില്ല. ഇനി അഥവാ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ചു പോയാൽ ഈ സുന്ദരിയെ എല്ലാവരും നോക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇത് അനിയത്തിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ പിതാവിനും മാതാവിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ പിതാവ് തൻ്റെ മകളെ പലതരത്തിൽ ഉപദേശിച്ചു. ബാഹ്യമായ ഇതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ല. അവൾ പറയുന്നു, എൻ്റെ സൗന്ദര്യം എനിക്കെന്താണ്, എനിക്ക് ജന്മനാ കിട്ടിയ സൗന്ദര്യമാണ്. അതുകൊണ്ട് നല്ല മനുഷ്യർക്ക് സൗന്ദര്യം കിട്ടും, അല്ലാത്തവർക്ക് സൗന്ദര്യം കിട്ടില്ല. എന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് തർക്കുത്തരം പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം തൊട്ടടുത്തൊരാശ്രമമുണ്ട്. അവിടുത്തെ സന്യാസിയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു. എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ ഭജനയും ഒക്കെ ഉണ്ട്, സത്സംഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ചെന്നപ്പോൾ സന്യാസി പറഞ്ഞു, മകനെ, ഈ സത്സംഗമെല്ലാം കഴിഞ്ഞ് നീ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ സത്സംഗം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ സന്യാസിയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, എന്താണ് നീ വല്ലാതെ വിഷമിച്ചിരിക്കുന്നല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾക്ക് സൗന്ദര്യത്തിൽ വല്ലാത്ത അഹങ്കാരമാണ്. അവൾ എൻ്റെ ഇളയ മകളെ അതിൻ്റെ പേരിൽ കുത്തി നോവിക്കുന്നു. സ്വാമിജി അവളെ ഒന്ന് ഉപദേശിക്കുമോ? അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ നാളെ അവളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അപ്പോൾ അടുത്ത ദിവസം ഈ സൗന്ദര്യമുള്ള പെണ്ണുമായിട്ട് അദ്ദേഹം സന്യാസിയുടെ അടുക്കൽ ചെന്നു. സന്യാസി ഈ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, മോക്ക് സുഖമാണോ, മോൾ എന്തിനു പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒടുവിൽ അതിമനോഹരമായ ഒരു സമ്മാനം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മകളെ, നീ വീട്ടിൽ ചെന്നിട്ട് കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ഈ സമ്മാനപ്പൊതി അഴിച്ച് അതിലിട്ടിരിക്കുന്ന സമ്മാനം നീ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി മാറി. കണ്ടില്ലേ, സന്യാസിയും എൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ സന്യാസിക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് അതീവ സുന്ദരമായ സമ്മാനം തന്നിരിക്കുന്നു. അപ്പോൾ ഈ സമ്മാനവുമായി ഇറങ്ങിയപ്പോൾ സന്യാസി പറഞ്ഞു, മോള് കണ്ണടച്ചു വെച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത്, മോളെ കാത്തൊരു അത്ഭുതം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ കൊണ്ടുവന്ന പിതാവിന് വലിയ നിരാശയായിപ്പോയി. എന്തു പറയാനാ, സന്യാസിയെ ഉപദേശിക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിമനോഹരമായ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് സന്യാസി. ഇനി ഇവളുടെ അഹങ്കാരം വർദ്ധിക്കത്തതല്ലേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ അനുജത്തിയോട് പറഞ്ഞു, കണ്ടില്ലേ സന്യാസി, നീ എത്രയോ ദിവസം അവിടെ പോയി, നിനക്ക് എപ്പോഴെങ്കിലും സന്യാസി സമ്മാനം തന്നിട്ടുണ്ടോ? പക്ഷേ ഞാൻ അവിടെ ചെന്നു, എനിക്ക് ഇതാ സന്യാസി ഏത് തന്നിരിക്കുന്നു, ഒരു സമ്മാനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ മുറിയിൽ കയറി കതകുകൾ അടച്ചു. ഈ പിതാവിൻ്റെ വിഷമോ എങ്കിലും വിചാരിച്ചു, സന്യാസിയല്ലേ അങ്ങനെ ചെയ്തത്, അതിനകത്ത് എന്തെങ്കിലും കാണും. അപ്പോൾ അവൾ എന്ത് ചെയ്തു, കണ്ണുകൾ അടച്ചു വെച്ചിട്ട് അതിനെ പൊതിഞ്ഞിരിക്കുന്ന ആ കടലാസുകളൊക്കെ നീക്കിയതിന് ശേഷം ആ പെട്ടിക്കകത്തേക്ക് അവള് കൈയിട്ടു. കൈയിട്ടതും അവള് ഞെട്ടി കണ്ണു തുറന്നു. അയ്യേ എന്ന് പറഞ്ഞ് അവള് നോക്കിയപ്പോൾ കാണാം, അതിനകത്ത് ചാണാനുണ്ട്, മലമുണ്ട്, മൂത്രമുണ്ട്.
കൈ മൊത്തം അങ്ങ് അഴുക്കായി. അവൾക്ക് എന്തെന്നില്ലാത്ത കലി വന്ന് അവൾ അലറി വിളിച്ചു. വീട്ടുകാരെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, നോക്ക്, ഈ മനുഷ്യനൊരു സന്യാസിയാണ്, ഇതിനകത്ത് മലം വെച്ചിരിക്കുന്നു, ചാണാൻ വെച്ചിരിക്കുന്നു, മൂത്രമുണ്ട് ഇതിനകത്ത്, എന്തൊരു മനുഷ്യനാണിതെന്ന് പറഞ്ഞ് ചെന്ന് കൈ വാസന സോപ്പിട്ട് കഴുകിയിട്ട് പറഞ്ഞു, അച്ഛ, എനിക്ക് ആ സന്യാസിയെ കാണണം, എനിക്ക് ആ സന്യാസിയെ കണ്ടേ പറ്റത്തുള്ളൂ, അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. പിതാവിന് കാര്യങ്ങൾ മനസ്സിലായി. പിതാവ് പറഞ്ഞു, അതിനെന്താ. അങ്ങനെ ഈ പെൺകുട്ടിയെയും കൂട്ടി സന്യാസിയുടെ അടുക്കൽ ചെന്നു. സന്യാസിക്ക് ഈ പെൺകുട്ടിയുടെ വരവ് കണ്ടപ്പോഴേ ഒരു പുഞ്ചിരി വന്നു. സന്യാസിയുടെ അടുക്കലെത്തിയിട്ട് ഈ പെണ്ണ് പൊട്ടിത്തെറിച്ചു. എന്താണ് അങ്ങ് കാണിച്ചത്? അങ്ങൊരു സന്യാസിയാണോ? ഒരു സാധാരണ മനുഷ്യൻ പോലും ഈ വൃത്തികേട് കാണിക്കില്ല. അപ്പോൾ സന്യാസി എല്ലാം കേട്ടിരുന്നു. അവളുടെ കോപം അടങ്ങിക്കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, മകളെ, ഞാൻ നിനക്ക് അതിമനോഹരമായ ഒരു പെട്ടി തന്നു. ആ പെട്ടി കണ്ടപ്പോൾ നീ വിചാരിച്ചു അതിമനോഹരമാണ് പെട്ടിയും അതിലെ സമ്മാനവും എന്ന് വിചാരിച്ചു. പക്ഷേ നീ കൈയിട്ടപ്പോൾ എന്താ കണ്ടത്? മലവും മൂത്രവും. മകളെ, നിന്റെ ഈ ശരീരത്തിനകത്ത് മലവും മൂത്രവും, നിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ മലവും മൂത്രവും കൊണ്ട് നടക്കുന്ന നല്ല പേപ്പറിട്ട് പൊതിഞ്ഞ മനോഹരമായ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് മോളെ. നോക്കൂ, ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും നിന്റെ ഈ വയറിനകത്ത് മലമുണ്ട് മോളെ, മൂത്രമുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരവും കൊണ്ടാണ് നീ നടക്കുന്നത്. പക്ഷേ നിന്റെ ഉള്ളിൽ കിടക്കുന്ന മലവും മൂത്രവും അതിമനോഹരമായ പ്രസന്റേഷൻ പേപ്പറിട്ട് പൊതിഞ്ഞ ഒരു പെട്ടി. അപ്പോൾ ആ പെട്ടിയുടെ പുറമേ ഉള്ളതല്ല മോളെ, അകമേ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നോക്കൂ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന നീ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ത്രീയാണ് മോളെ. നിന്റെ വയറ്റിനകത്ത് ഇതാ ഇപ്പോഴും മലവും മൂത്രവും ഉണ്ട് മോളെ. ഇനി ഒന്നും കൂടെ നീ മനസ്സിലാക്കുക. നിന്റെ ദേഹത്തുനിന്ന് ഈ പുറത്തുള്ള തൊലി അങ്ങോട്ട് ഉരിച്ചു കഴിഞ്ഞാൽ നിന്റെയും നിന്റെ അനുജത്തിയുടെയും ദേഹത്തെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ രൂപമാണെന്നറിയുക. എന്ന് മാത്രവുമല്ല മോളെ, നിന്റെ ശരീരത്തിലെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടാൽ അറപ്പ് തോന്നും. പട്ടികൾ 4 ചുറ്റും കൂടും മാംസം കടിച്ചു തിന്നാനായിട്ട്. അതുകൊണ്ട് നിനക്ക് മനസ്സിലായല്ലോ, ഇതിൽ അഹങ്കരിക്കാതെ നീ നിന്റെ മറ്റു പഠന കാര്യങ്ങളിലും മറ്റും നീ നന്നായിട്ട് മുഴുകുക. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് മനസ്സിലായി സന്യാസി എന്താ ചെയ്തതെന്ന്. അവൾ സന്യാസിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അങ്ങയോട് പറഞ്ഞ പരുഷ വാക്കുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിൽ പിന്നീട് ഒരിക്കലും ആ പെൺകുട്ടിക്ക് സൗന്ദര്യത്തിൽ അഹങ്കാരം തോന്നിയിട്ടില്ല. എൻ്റെ ഈ ചാനൽ കേൾക്കുന്ന ആർക്കെങ്കിലും സൗന്ദര്യത്തിൽ അഹങ്കാരം തോന്നുന്ന നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഇതിനകം മൊത്തം മലവും മൂത്രവുമാണ്. മലവും മൂത്രവും പൊതിഞ്ഞു കെട്ടിയ ഒരു പെട്ടി മാത്രമാണ് ഈ ശരീരം. 24 മണിക്കൂറും നിങ്ങൾ മലവും മൂത്രവും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അത്രയ്ക്ക് ദുർഗന്ധം വമിക്കുന്ന ഒന്നാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. പുറമേ കാണുന്ന ഈ അഴകിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഈ ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങളാണെന്ന് മനസ്സിലാക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.